ಕಾರ್ಯದರ್ಶಿ ಶೇಖುನಾ ಉಮರ್ ಫೈಜಿ ಮುಕ್ಕಂ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಹಾಸಮ್ಮೇಳನ ಮೂಡಬಿದ್ರೆ ತಾಲೂಕು ಹಮ್ಮಿಕೊಂಡಂತಹ ಆದರ್ಶ ಮಹಾಸಮ್ಮೇಳನದ ವೇದಿಕೆಯಲ್ಲಿ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನೆರವೇರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಮಾತಿನ ಮನೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനേറെ ബഹുമാനിക്കുന്ന സമസ്തയുടെ മുശാവറാംഗവും ഈ കർണാടക ഭാഗങ്ങളിലെ കാദിയും നമുക്കൊക്കെ മാർഗദർശിയുമായ കാക്ക ഉസ്താദ്, കുറേ ആയി അദ്ദേഹം സുഖമില്ലാതെ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ നാട്ടിലല്ല, ഒമാനിലെ സലാല ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അറബികൾക്കിടയിലൊക്കെ തന്നെ ദർസ് നടത്തി നല്ല സേവനം ചെയ്ത വലിയൊരു പണ്ഡിതൻ കൂടിയാണ്. അല്ലാഹു തആല പൂർണ്ണമായ സിഹത്ത് ആഫിയത്തോടു കൂടെ ഇനിയും നമുക്ക് വേണ്ടി, നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടി, നമ്മുടെ ആദർശത്തിന് നിലനിർത്തുന്നതിന് വേണ്ടി പൊരുതാനും നമുക്ക് നേത്രം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്ത് ആഫിയത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന പലരുമുണ്ട്. ഇവിടുത്തെ ഈ മൂടുബിദ്ര എന്ന് പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ച് നേരത്തെ കേൾക്കാറുള്ളതാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ കർണാടകയിൽ ഏറ്റവും കൂടുതൽ സമസ്തയോടൊപ്പം നിൽക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ തയ്യാറായ സുന്നത്ത് ജമാഅത്തിൻ്റെ പടയാളികളാണ് ഈ പ്രദേശത്തുള്ളത്. വളരെ സന്തോഷകരമായൊരു സംഗതിയാണ്. സമസ്തയുടെ സ്ഥാപനങ്ങളായി മദ്രസകൾ, പള്ളികൾ, അൽബിർ സ്ഥാപനം, അതുപോലെ അറബിക് കോളേജുകളൊക്കെ ഇവിടെ നല്ല നിലയിൽ നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷവും കോരിത്തെരുപ്പും ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച് നമ്മളോട് കൂടെ വിട പറഞ്ഞു പോയ കുറേ ആളുകളുണ്ട്, ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മരിച്ചവർക്ക് അവരുടെ ഖബറിൽ ഇന്നും അതിൻ്റെ ഉറവ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും വരും തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കാനും അതിന് പ്രോത്സാഹനം നൽകാനും അർഹമുർ-റഹീമായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കേണ്ട. മുജ്തബ ഫൈസി സുന്നത്ത് ജമാഅത്തിൻ്റെ പടയാളിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ സലാം ഫൈസി മുക്കം എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ കൂടിയുണ്ട്. അദ്ദേഹവും നിങ്ങളോട് പ്രഭാഷണം നടത്തും ഇൻഷാ അല്ലാ. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഉണ്ട്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു സഭ തന്നെ ഇവിടെ ഉണ്ട്. മുത്തഅല്ലിമീങ്ങളാണ് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉമറാക്കളും അതുപോലെ സയ്യിദന്മാരും നമ്മുടെ അക്രം തങ്ങളടക്കമുള്ള സയ്യിദന്മാരും ഒക്കെ ഇവിടെയുണ്ട്. അർഹമുർ-റഹീമായ തമ്പുരാൻ അവർക്കൊക്കെ തന്നെ, അവർക്കും നമുക്കൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്ത് ആഫിയത്തോടു കൂടെ സമസ്തയുടെ പിന്നിൽ അടിനിരന്നുകൊണ്ട് സമസ്ത നേതാക്കളുടെ കാൽപ്പാടുകൾ തുറന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ അർഹമുർ-റഹീമായ തമ്പുരാന് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. ചുരുക്കി പറയുകയാണ്, മനുഷ്യനെയും ലോകത്തെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ സൃഷ്ടാവ് ഇവിടെ മനുഷ്യരെ സൃഷ്ടിച്ച് വലക്കത് കർറംനാ ബനി ആദം, മറ്റ് ജീവികളിൽ വെച്ചൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതം നയിക്കുന്നത് മനുഷ്യരാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. വിവേകത്തോടു കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവി എന്ന നിലയ്ക്ക് അത് ഒറ്റപ്പെട്ടത് നമ്മുടെ മനുഷ്യർ മാത്രമാണ്. മറ്റുള്ള ജീവികൾ, ഒരുപാട് ജീവികളുണ്ട്. നമ്മളെക്കാളൊക്കെ ആരോഗ്യവും തടിയും വണ്ണമൊക്കെ ഉള്ള ജീവികളുണ്ട്, ചെറിയ ജീവികളുണ്ട്, സസ്യലലാദികളുണ്ട്. ഇങ്ങനെയൊക്കെ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ വിധങ്ങളായ സൃഷ്ടികളുണ്ട്. അതിൽ നിന്നൊക്കെ വെച്ച് നല്ലതെന്നും ചീത്തയേതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വിവേകം നൽകപ്പെട്ട വിഭാഗമാണ് മനുഷ്യർ. അതാണ് വലക്കത് കർറംനാ ബനി ആദം. ആ മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതിന് നിയമവുമുണ്ട്. തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റിയതല്ല. മറ്റു മൃഗങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാം. അവർക്കൊരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രകൃതിയിൽ കൂടെ അവർ ജീവിക്കും, തിന്നും കുടിക്കും, ഉറങ്ങും. അതുപോലെ മറ്റ് ജീവികളൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള പരിപാടികളൊക്കെ ചെയ്യുമെന്നല്ലാതെ അവർക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചുകൊണ്ട് ചിന്താശക്തി
അവർക്ക് നൽകിയിട്ടില്ല. ചിന്താശക്തി നൽകിയ ഒരു വിഭാഗം മനുഷ്യർ മാത്രമാണ്. അവർക്ക് അല്ലാഹു തആല നിയമം കൊടുത്തിരിക്കുന്നു. അല്ലാത്തവർക്ക് നിയമം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു നിയമമുണ്ട് എന്നുള്ളതാണ്. ആ നിയമമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ നിയമമാണ് ഇസ്ലാം. ഇതനുസരിച്ചേ നമുക്ക് ജീവിച്ചുകൂടൂ. ആദ്യമായി അള്ളാഹുവിനെ അറിയണം, നമ്മുടെ സൃഷ്ടാവിനെ അറിയണം. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ പരിഹരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ സംവിധാനിച്ച ഒരു സംവിധാനമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ കുറേ ആളെ തിരഞ്ഞെടുത്ത് വിടും. നമ്മുടെ രാജ്യം ഭരിക്കാനും പഞ്ചായത്ത് ഭരിക്കാനും മുനിസിപ്പാലിറ്റി ഭരിക്കാനൊക്കെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുകയാണ്. അവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നടപ്പാക്കാൻ ജനങ്ങളെ കൊണ്ട് അധികാരപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു തന്നെ സംവിധാനിച്ച സംവിധാനമാണ്. അതാണ് അമ്പിയാക്കൾ. അള്ളാഹു തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാക്കളായ മഅ്സൂമിങ്ങളായ പാപസുരക്ഷിതരായ ആളുകൾ. അതാണ് അമ്പിയാക്കൾ, പ്രവാചകന്മാർ. അവർ അള്ളാഹു തിരഞ്ഞെടുത്ത് അയച്ചതാണ്. അവരുടെ ദൗത്യം ഈ നിയമം ജനങ്ങളെ പഠിപ്പിക്കലും അവരിൽ നടപ്പാക്കി കാണിച്ചു കൊടുക്കലുമാണ്. അതാണ് നമുക്കറിയാലോ. 1.25 ലക്ഷം പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചു. 1.25 ലക്ഷം പ്രവാചകൻ. ഒരു പ്രവാചകൻ വന്ന് അതൊക്കെ ഉത്ബോധനം ചെയ്തു. അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹം മരിച്ചു പോയാൽ ജനങ്ങൾ പിന്നീടൊക്കെ അവർ മനസ്സിൽ നിന്ന് ആ ഈമാനൊക്കെ പോയി അവർ പഴയതിലേക്ക് തന്നെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പായിക്കൊണ്ട് തന്നെ മറ്റൊരു പ്രവാചകനായിരിക്കും. ഒരു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ മറ്റു പ്രവാചകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂട്ടമായിട്ട് പ്രവർത്തിച്ച പ്രവാചകന്മാരുമുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അവരിവിടെ നടത്തിയ അവരുടെ പ്രവൃത്തി കാര്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അതായത് അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഇവിടെ ജീവിക്കണം എന്നുള്ള ദൗത്യമാണ് അവരിവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം ദീൻ. അങ്ങനെ അവസാനത്തെ പ്രവാചകൻ ഖാത്തിമുൻ നബിയ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ പ്രവാചക പരമ്പര അവസാനിച്ചു. ബൈബിളിൻ്റെ ഭാഷയിൽ അവസാനത്തെ മൂലക്കല്ല് അതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടെ അവസാനിച്ചു. പിന്നീട് ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം പ്രവാചകനില്ല, പ്രവാചകൻ്റെ ആവശ്യവുമില്ല. ആ രൂപത്തിൽ ഇതിനെ പരിപൂർണമാക്കിയിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന. അള്ളാഹു ഈ ദീൻ ആദം നബി മുതൽ ആദ്യ മനുഷ്യനോടുകൂടെ തുടങ്ങിയതാ. ഈ ദീനിൻ്റെ നിയമം ഇവിടെ അവതരിപ്പിക്കുന്ന പ്രവൃത്തി ആദ്യത്തെ മനുഷ്യനോടുകൂടെ തുടങ്ങി. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ 1.25 ലക്ഷത്തോടുകൂടെ അവസാനിച്ചു. അതിപ്പോൾ 1500 വർഷങ്ങൾ കഴിഞ്ഞു, 15 നൂറ്റാണ്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കൊന്നും പിന്നീട് പ്രവാചകൻ വന്നിട്ടില്ല. പ്രവാചകൻ്റെ ആവശ്യവുമില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. അത് പിന്നീട് എങ്ങനെ പരിഹരിച്ചു, പിന്നീട് എന്താണ് അതിൻ്റെ സ്ഥാനത്ത്, ഈ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനും പരിഹാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രവാചകൻ വേണ്ടതില്ല എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരമെടുത്ത് ആ സംഗതികൾ നിർവഹിക്കാൻ ഒരു കൂട്ടരെ അള്ളാഹു നിയമിച്ചിരിക്കുന്നു. ആ കൂട്ടർ അൽ ഉലമാ വറസത്തുൽ അംബിയാ ഫഇന്നഹും ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ വഇന്നമാ വറസുൽ ഇൽമ. അവരിവിടെ പറമ്പോ എസ്റ്റേറ്റോ കമ്പനിയോ അതുപോലെ പൈസയോ പെണ്ണോ പൊന്നോ വെള്ളിയോ ഒന്നും അല്ല അനന്തരം ആക്കിയിരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവരുടെ പടയങ്കി, അവരുടെ വസ്ത്രം എന്താക്കിയിരുന്നു, ഒരു യഹൂദി അടുക്കൽ പണയത്തിൽ വെച്ചതായിരുന്നു, ഒരു നേരത്തെ റൊട്ടി ചുടാനുള്ള ഗോതമ്പിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നബി പോയത്. പിന്നെ എന്താ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരം കൊടുത്തത്? വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, വസ്ത്രം വരെ പണയത്തിലായിരുന്നു. ആ നിലക്കാണ് എന്താക്കിയത്, വഫാത്തായി പോയത്. അപ്പം ആ സമ്പത്ത്, ആ സ്വത്തുക്കളൊക്കെ എന്താണ് എന്നതാണ് ഇന്നമാ വറസുൽ ഇൽമ. ഇൽമാണ് അനന്തരം കൊടുത്തത്. ജ്ഞാനം, അറിവ്, അള്ളാഹു നൽകിയ അറിവ്, ദീന് സംബന്ധമായിട്ടുള്ള അറിവ്. ഈ പരിശുദ്ധ ദീൻ എന്താണോ എന്നുള്ളത് അത് പഠിപ്പിക്കാനുള്ള ആ ദൗത്യവും ആ അറിവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ അനന്തരമായിട്ട് കൊടുത്തത്. ആർക്ക് കൊടുത്തു? അൽ ഉലമാ, പണ്ഡിതന്മാർക്ക് കൊടുത്തു. അമ്പിയാക്കന്മാർക്ക് ശേഷം പിന്നീട് അമ്പിയാക്കന്മാരുടെ പണിയെടുക്കേണ്ടത് ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. അവർക്കല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അറിവില്ലാത്തവനക്ക് എന്തോ ചെയ്യാൻ കഴിയോ? ഏതൊരു സംഗതിക്കും അറിവ് വേണ്ടേ?
ദീനിനെക്കുറിച്ച് പഠിച്ചവരാണ് അൽ ഉലമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദീൻ പഠിച്ചവർ, ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒക്കെ രീതികൾ നമുക്ക് മനസ്സിലാക്കി തന്ന അത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഉലമാക്കൾ. ആ ഉലമാക്കളാണ് പിന്നീട് ഈ കാര്യങ്ങൾ നിർവഹിക്കുക. പണ്ടത്തെ അമ്പിയാക്കന്മാർ ചെയ്ത പണിയൊക്കെ അവർ നിർവഹിച്ചോളും. പിന്നീട് ഇനി വേണ്ട, അമ്പിയാവ് വേണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പിന്നീട് ഇവിടെ ഈ ദീൻ ഇവിടെ നടത്തുന്നത് ഉലമാക്കളാണ്. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3 നൂറ്റാണ്ടിനെ പ്രശംസിച്ച് പറഞ്ഞു. എൻ്റെ നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ 2ാമത്തെ നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ 3ാമത്തെ നൂറ്റാണ്ട്. ഇത് നൂറ്റാണ്ടുകളിൽ വെച്ച്, എൻ്റെ ശേഷം വരുന്ന നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടാണ്. നിങ്ങൾക്ക് തുടരാൻ പറ്റിയ നൂറ്റാണ്ടാണ്. അതിലെ ഉലമാക്കന്മാരെ നിങ്ങൾക്ക് പൂർണ്ണമായും തുടരാമെന്നർത്ഥം. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സിഹാഹു സിത്ത ഹദീസ് ക്രോഡീകരണം നടന്നത് ആ കാലഘട്ടത്തിലാണ്. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 ഹദീസിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ഏതാണ്ട് എല്ലാ ഹദീസുകളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ അവരുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ലോകത്ത് അംഗീകരിക്കുന്ന ഫിഖഹിൻ്റെ മസലകളൊക്കെ അംഗീകരിക്കുന്നത് 4 മദ്ഹബുകളെയാണ്. അതുണ്ടാക്കിയതും ഈ നൂറ്റാണ്ടുകളിലുള്ള ആൾക്കാരാണ്. ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ആൾക്കാരുണ്ടാക്കിയതാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ താരീഖ്, ചരിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ചതും ഏറെക്കുറെ അത് തന്നെയാണ്. ഈ നിലക്ക് നോക്കുമ്പോൾ പിന്നീട് നമുക്ക് എല്ലാം ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ തന്നെയും ക്രോഡീകരിച്ചു, ഹദീസുകൾ ക്രോഡീകരിച്ചു, അതുപോലെ മസലകളൊക്കെ ക്രോഡീകരിച്ചു. ഇസ്ലാം സമ്പൂർണ്ണമായി, പിന്നെ വേണ്ടതില്ല. ഇനി നമുക്ക് എന്താണ് ഇസ്ലാമിലെ ഒരു നിയമം എന്ന് എടുത്തു നോക്കാൻ അക്കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ മതി എന്നർത്ഥം. ആ കിതാബുകൾ ആധാരമാക്കി ജീവിച്ചാൽ മതി. അതാണ് കമാലിയത്ത്. ഈ ദീനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം 4 മദ്ഹബുകളും അതുപോലെ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് വച്ചിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ ആധാരമാക്കി ജീവിക്കുമ്പോൾ നമുക്കെന്തിനാ പിന്നെ വേറെ സംഗതി? അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കോളേജുകളും സ്ഥാപനങ്ങളും നാട്ടിൽ തുടർന്ന് വരുന്നുണ്ടല്ലോ. അന്ന് മുതൽ ഇന്ന് വരെയും തുടരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ പഠിപ്പിക്കപ്പെടുന്ന സംവിധാനം നടക്കുന്നുണ്ട്. ഈ മഹാന്മാർ രചിച്ച ഗ്രന്ഥങ്ങൾ, പുതിയ ഗ്രന്ഥങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പുതിയ ഗ്രന്ഥങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നെങ്കിൽ അതിൻ്റെ കെട്ടും മട്ടുമൊക്കെ മാറ്റുന്നതേ ഉള്ളൂ. വിഷയത്തിലൊരു മാറ്റവുമില്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. സമസ്ത തന്നെ ഇപ്പം 100 പുസ്തകങ്ങൾ 100ാം വാർഷികത്തോടുകൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് വേറെ വിഷയമൊന്നുമല്ല, ഈ വിഷയം തന്നെയാണ്. അത് വിവിധ രൂപത്തിൽ, ആകർഷണീയമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നു മാത്രം. എല്ലാം അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അത് ഉലമാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉലമാക്കന്മാരെ പിൻപറ്റി ജീവിച്ചു കൊള്ളണം. ഉലമാക്കന്മാരെ പിൻപറ്റി ജീവിച്ചു കൊള്ളണം. അതാണ് അതിന് പാരമ്പര്യമുണ്ട്. പാരമ്പര്യമുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. നബിയോടൊപ്പം ജീവിച്ചവർ 23 കൊല്ലം പ്രവാചകനായി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 63 കൊല്ലം ജീവിച്ചെങ്കിലും 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് പ്രവാചകനാകുന്നത്. ബാക്കി ശേഷിച്ച 23 കൊല്ലം. ആ 23 കൊല്ലവും ഖുർആൻ മഴ പെയ്യുന്നത് പോലെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിച്ച് നടപ്പാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കുന്നു. അല്ലാഹു തആല ഖുർആൻ ഇറക്കിക്കൊടുക്കുന്നു. നബി അത് ഓതിക്കൊടുക്കുന്നു. അതനുസരിച്ച് ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജീവിച്ച ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. അതിൽ പിന്നെ കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് ക്രോഡീകരിച്ചതാണ് ഖുർആൻ വഹി, അള്ളാഹുവിൻ്റെ വഹി അപ്പടി ക്രോഡീകരിച്ചതാണ് ഖുർആൻ, നമ്മുടെ മുസ്ഹഫ്. അതേ പ്രകാരം നബിയുടെ ജീവിതം ആ ഖുർആൻ വ്യാഖ്യാനിച്ചു കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്നതാണ് ഹദീസ്. ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്കെന്തിനാ സംശയം? ഇത് പഠിച്ച പണ്ഡിതന്മാർ പിന്നീട് വല്ലദീന തബഅഹും ബിഹിസാൻ, അവരെ ആ സഹാബത്ത് നേരിട്ട് ജീവിതം പകർത്തി, നബിയിൽ നിന്ന് ജീവിതം പകർത്തി ആ സഹാബത്തിനെ കണ്ട് പകർത്തി വല്ലദീന തബഅഹും, അവരെ പിൻപറ്റിയ ആൾക്കാർ, ആ താബിഈങ്ങളെ പിൻപറ്റി അവരെ കണ്ട് പഠിച്ച ആൾക്കാർ. അങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇടയിൽ എത്തിയിരിക്കുന്നു ഈ പൈതൃകം. നമ്മൾ പറയുന്ന പൈതൃകം അതാണ്. ആ പാരമ്പര്യത്തിൽ കൂടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കി മദ്ഹബുകളെ സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുന്ന ആ ജീവിത വ്യവസ്ഥ, അതാണ് നമ്മുടെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന വഴി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ദ്വാരക്കാറുണ്ടല്ലോ.
ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളിനെ ആക്കണം. ഏതായി ചൊവ്വായ മാർഗം? ചൊവ്വായ മാർഗത്തിൽ പ്രാർത്ഥിക്കുന്നതോടുകൂടെ തന്നെ അവിടെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നമ്മളൊരു ദിവസം 17 വട്ടം നിർബന്ധമായി പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ച ഒരു പ്രാർത്ഥന അള്ളാഹു തന്നെ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഇത് ഒരു മനുഷ്യൻ ചെയ്തോളം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ്. നിസ്കരിക്കാത്തവൻ 17 വട്ടം നിർബന്ധമായിട്ടും അല്ലാത്തപ്പോൾ ഒരുപാട് വേറെയും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഈ പാരമ്പര്യത്തിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ മാർഗം എന്നാണ്. സഹാബത്ത് കാണിച്ചു കൊടുത്തത്, താബിഈങ്ങൾ പകർത്തി, താബിഈങ്ങൾ പകർത്തി, അങ്ങനെ ഈ നമ്മളെ ഈ നൂറ്റാണ്ട് വരെ പകർന്നു വന്നു. ഇനി ഖിയാമം വരെയും അങ്ങനെ തന്നെ പകരുന്ന ആ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാണ്. ഈ വഴി എവിടെയാ? ഈ വഴി ലോകത്തിപ്പോൾ എവിടെയുള്ളത്? അള്ളാഹു അനുഗ്രഹിച്ച ആൾക്കാർ, നമ്മൾ നല്ലവരെന്ന് പറയുന്ന ആൾക്കാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? വേറെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായ പശ്ചാത്തലം എന്താണ്? എന്തിനാ അതുണ്ടായത്? അത് നമ്മളൊക്കെ ഒരു സംഘടനയായിട്ട് കാണേണ്ട സംഗതിയാണോ? അല്ല, അതൊരു സംഘടനയൊന്നുമല്ല. അത് നേരത്തെ പറഞ്ഞ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാം തന്നെയാണ് സമസ്ത. അതപ്പടി അതിൻ്റെ അയിന് തന്നെയാണ്, വേറൊന്നല്ല. വേറൊരു ഇസ്ലാം ഇല്ല ഇവിടെ. വേറൊരു ഇസ്ലാം ഉണ്ടാകാൻ പാടുമില്ല. അത് ഇസ്ലാമല്ല. സമസ്തക്കപ്പുറമുള്ളത് പിന്നെ ഇസ്ലാമായിരിക്കില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഉലമാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന ഖുർആൻ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ച് പോവുകയാണ്. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ പേക്കുകയില്ല. ഏതാണ്? 1 അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ, 2 ഹദീസ്, നബിയുടെ ജീവിത ചരിത്രം. അത് 2ഉം നിങ്ങൾക്കുണ്ട്. അത് പഠിച്ച പണ്ഡിതന്മാർ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ആ വഴി അല്ലാത്ത വേറെ ഏതാ ഇസ്ലാം? ആ വഴിയല്ല ഇവിടെ വന്നത്. ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത് അള്ളാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെതാ. അതായത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളു അൻഹു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുർആൻ സാക്ഷീകരിച്ചു. ഇനി നമുക്കെന്താ വേറെ അതിനേക്കാൾ വലിയൊരു ആധാരം ഏതാ ഉള്ളത്? അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഖുർആന്റെ സാക്ഷീകരണത്തിൽപ്പെട്ട അതിന് വ്യാഖ്യാനാണ്. സഹാബത്ത് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും അവർ നക്ഷത്ര തുല്യരാണ്. ആരോട് പിൻപറ്റിയാൽ നിങ്ങൾ പിഴക്കില്ല, നേരെയാവും. ആ സഹാബത്തിന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ജീവിതം, ആ ജീവിതം ഇവിടെ സഹാബത്ത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നതും. നമ്മുടെ നാട്ടിൽ ഇസ്ലാം കൊണ്ടുവന്നത് ഈ സഹാബത്താൻ, നബിയെ പഠിച്ച പകർത്തിയ ആൾക്കാരാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിൽ പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല, കുറയ്ക്കേണ്ട ആവശ്യമില്ല. അവർ കൊണ്ടുവന്ന ദീനാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ ദീൻ ഏതുവരെ നടന്നു പോന്നു? ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നടന്നു പോകുന്നില്ല. എത്ര വരെ നടന്നു പോന്നു? 1922 വരെ നടന്നു പോന്നു. 1922 എന്ന് പറഞ്ഞാൽ 100 കൊല്ലം ആവുന്നേ ഉള്ളൂ. 100 കൊല്ലമായി. 100 കൊല്ലം വരെ ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഇസ്ലാം എന്താണോ, ഇസ്ലാം എന്നല്ലാത്ത വേറൊരു സംഘടനയുടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ എല്ലാവരും മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന സംഘടനയിലായിരുന്നു. വേറൊരു സംഘടന ഉണ്ടായിരുന്നില്ല, ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഒന്നാ. ഒരഭിപ്രായ വ്യത്യാസമില്ല. സഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച ആ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. പിന്നീട് ഇവിടെ കുഴപ്പമുണ്ടായത് 1922 വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന KM മൗലവിനെ പോലെയുള്ള ചില ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫിത്ന ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും അറിയാതെ ചരിത്രം. KM മൗലവി, അദ്ദേഹത്തൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, സൂക്ഷിക്കണം. അദ്ദേഹമാണ് ഇവിടെ ഫിത്ന ഉണ്ടാക്കിയത്, ഫിത്നയ്ക്ക് നേതൃത്വം കൊടുത്തത്. വഹാബി നമ്മൾ ചെയ്തു വരുന്ന പലതും തെറ്റാണെന്നും അത് ശിർക്കാണെന്നും നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണെന്നും പറഞ്ഞ് പുതിയൊരു വാദം കൊണ്ടുവന്നു. ഇത് അല്ലേ ഉണ്ടായത്? വേറെന്താ ഉണ്ടായത്? ഇതിനു മുമ്പ് അങ്ങനെ ആരെങ്കിലും വാദം കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മളെ നിസ്കാരത്തിൻ്റെ രൂപമുണ്ട്. നിസ്കരിച്ചാൽ നമ്മൾ സുബൈക്ക് കുനൂത്തോതും. അതുപോലെ ആണുങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കും, മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ പുരയിൽ നിസ്കരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. പിന്നീട് നിസ്കരിച്ച് കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന ഉണ്ട്, സുബൈക്ക് കുനൂത്തുണ്ട്, തറാവി 20 റക്അത്ത് നിസ്കരിക്കും. മരിച്ചാൽ ചില സംഗതികളൊക്കെ നമ്മൾ ചെയ്യും. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതും, അതുപോലെ പ്രാർത്ഥന നടത്തും, 40 നടക്കും, 7 നടക്കും, ഒക്കെ നടക്കും.
ഇതൊക്കെ നമ്മൾ വേറെ ഒന്നും പഠിച്ചതല്ലല്ലോ. ഈ സഹാബത്തിൻ്റെ പാരമ്പര്യമായിട്ട് ആ വഴിയിൽ കൂടെ പഠിച്ചതല്ലേ, ആ സഹാബികൾ പഠിപ്പിച്ചു തന്നല്ലാതെ വേറെ ആരോ കൂട്ടിച്ചേർത്തതാണോ? അല്ലല്ലോ. ഇതിനൊക്കെ തെളിവുകളില്ലേ? വഹാബികൾ നമ്മളെ മജ്ലിസുകളൊക്കെ എതിർക്കുന്നു. ഒരു മജ്ലിസും ദുആ അവർക്കില്ലല്ലോ. നമ്മളൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി പല മജ്ലിസുകളും ദിക്റിൻ്റെ മജ്ലിസുകൾ, മജ്ലിസുൻ നൂറ്, അതുപോലെ റാത്തീബിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്ലിസുകൾ ഒരുപാട് നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇതൊന്നും പാടില്ല എന്ന് പറയുന്നു. എന്തൊരർത്ഥം? പിന്നെ എന്താ ഇസ്ലാമിലുള്ളത്? ഈ ദിക്റും സലാത്തും ഒന്നും അല്ലാത്ത ഇസ്ലാം പിന്നെ വേറെ ഏതാ ഉള്ളത്? നിസ്കരിച്ചാൽ അയ്യുദ്ദുആഇ അസ്മാഉ, ഏതാണ് ഏറ്റവും പ്രാർത്ഥന, അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പോൾ ദുബ്ര സലവാത്തിൽ മക്തൂബാത്ത്, ഫർളാക്കപ്പെട്ട നിസ്കാരം 5 നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത് കൂട്ടുപ്രാർത്ഥന. അത് ഒറ്റക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നാവിക്കുന്നു. ഒറ്റക്ക് പ്രാർത്ഥിച്ചാലും മതി. ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടുപ്രാർത്ഥനയ്ക്ക് സൗകര്യം അല്ലെങ്കിൽ ഒറ്റക്കും പ്രാർത്ഥിക്കാം. ഒറ്റക്ക് സംസ്കരിക്കുന്നു, ഒറ്റക്ക് പ്രാർത്ഥിക്കാം. കൂട്ടായിട്ടാണ് പറഞ്ഞ് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനാരാ കൂട്ടായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അങ്ങനൊന്നുമില്ലല്ലോ. അതുപോലെ മജ്ലിസുകളെ സംബന്ധിച്ച്, മജ്ലിസ് ദിക്റിനെ സംബന്ധിച്ച് എത്രയോ ഹദീസുകളില്ലേ? ഹിലക്കു ദിക്ർ, ദിക്റിൻ്റെ മജ്ലിസുകളില്ലേ? ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മൗലൂദിൻ്റെതും സലാത്തിൻ്റെതും ദിക്റിൻ്റെയും തഹ്ലീലിൻ്റെയും ഒക്കെ ദിക്റിൻ്റെ മജ്ലിസല്ലേ? ഖുർആൻ പാരായണം, അതുപോലെ വഅദിൻ്റെ മജ്ലിസ് തുടങ്ങിയതൊക്കെ ദിക്റിൻ്റെ മജ്ലിസാ. ഈ പുതിയ ദിക്റിൻ്റെ മജ്ലിസാ. അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഈ മജ്ലിസ് ദിക്റിൻ്റെ മജ്ലിസാ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിവിടെ ചിലവിന് തഹിയ്യൊക്കെ വളരെയധികം വിജയിപ്പിച്ച ആൾക്കാരാണ്, നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. കയ്യിലുള്ള വലിയ നോട്ടുണ്ടാക്കുക, ഈ ബക്കറ്റിലിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല അള്ളാഹുവിനെ ഇൻ തൻസുറുല്ലാഹി യൻസുറുക്കും, അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നമ്മൾ വേറെ ഇടന്നും കൊണ്ടുവരുന്നതല്ല, നമുക്ക് തരുന്നതൊക്കെ അള്ളാഹു തരുന്നതാണെന്ന് അയാൾക്ക് നല്ലോണം ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാനുള്ളതാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം ദിക്റിൻ്റെ മജ്ലിസുകൾ ഒരു മജ്ലിസും അവർക്കില്ലല്ലോ. ഒരു ദുആൻ്റെ മജ്ലിസില്ല. നമ്മൾ സാലിഹ്യങ്ങളോട് ദുആർക്കാൻ ഏൽപ്പിക്കാറില്ലേ? അവർ കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നതിനാൽ കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിനാൽ. അപ്പോൾ സലാത്തുൽ ജമാഅത്തി, ഒറ്റക്ക് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. സലാത്തുൽ ജമാഅത്തി തഫ്ളീലു മിൻ സലാത്തുൽ ഫർദി ബി 27 ദറജ. എന്താ കൂട്ടായിട്ട് നിസ്കരിച്ചാൽ? കൂട്ടായിട്ട് നിസ്കരിച്ചാൽ 27 ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ അപ്പുറം പ്രതിഫലം ഉണ്ടെന്ന് ഹദീസാണ്. ഇങ്ങനെ കൂട്ടമായിട്ട് മുഅ്മിനീങ്ങൾ കൂട്ടമായി ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹദീസുകളുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ സയ്യാഹീൻ, തവാഫീൻ എന്നൊക്കെ പറയുന്ന കുറച്ച് മലക്കുകളുണ്ട്. ഹദീസാണ്, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്താ അവരുടെ പണി? സഞ്ചാരികളാണ് അവർ. മലക്കുകളുടെ കൂട്ടം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഭൂമി കൂടെ സഞ്ചരിക്കുക. അവരെന്താ അന്വേഷിക്കുന്നത്? ആൾക്കാർ കൂടുന്ന എവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. ആൾക്കാർ കൂടുന്നിടത്ത് അവർ വരും. ഇപ്പം ഇവിടെ ഉണ്ട് ആ സയ്യാഹി എന്ന് പറഞ്ഞ മലക്കൾ ഈ മജ്ലിസിലുണ്ട്. മലക്കൾ നമ്മൾ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഹദീസ് അനുസരിച്ച് ഇവിടെ ഉണ്ട്. അവരുടെ പണി എന്താ? അവർ പണി ഇതിൽ പങ്കെടുക്കുക, നമ്മളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, നമ്മളെ ദിക്റുകളിൽ പങ്കെടുക്കുക. എന്നിട്ട് അവർ തിരിച്ചു പോകും. തിരിച്ചുപോയി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. എന്താ റിപ്പോർട്ട്? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങളിങ്ങനെ ഒരു മജ്ലിസിൽ നിന്ന് വരികയാണെന്ന് അവർ പറയും. അള്ളാഹ് ചോദിക്കും. ഹദീസാണ്. എന്താ അവർ ചോദിക്കുന്നത്? എന്താ അവർ ചെയ്യുന്നത്? അവർ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ തംജീദ് ചെയ്യുന്നു, നിനക്ക് തസ്ബീഹ് ചെല്ലുന്നു, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ദിക്റിൽ നിന്ന് മജ്ലിസിലാണ് അവർ വന്നത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ തക്ബീറും തഹ്ലീലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവിനെ വളരെയധികം ബഹുമാനിച്ച് വന്നിച്ച് അവരെന്താക്കുന്നു? ഭയപ്പെട്ടുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അവർ നിന്നെങ്ങനെ കാണാനാ പഠിച്ചോനെ? അവർ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, അവരെന്നെ കണ്ടെങ്കിൽ എന്തായിരിക്കും അവരവസ്ഥ? എന്നെ കാണാതെ തന്നെ ആ ജനങ്ങൾ അവരെ ദിക്റുമായിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ സന്തോഷമാണത്. ദിക്റിൻ്റെ മജ്ലിസിൻ്റെ റിപ്പോർട്ട് അള്ളാഹുവിന് സമർപ്പിച്ചപ്പോൾ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എന്നെ കണ്ടിരുന്നെങ്കിൽ അവർ എത്തുമാത്രമായിരിക്കും. മലക്കൾ പറയും, അപ്പം നിന്നെ കണ്ടാൽ പഠിച്ചവനെ അവരവിടെ നിന്ന് നീറ്റ് പോവില്ല, അവർ വളരെ അതിൽ തന്നെ മുഴുകിപ്പോകുമെന്ന് പറയുന്നു. പിന്നെ അള്ളാഹ് ചോദിക്കുക, രണ്ടാമത്തെ ചോദ്യം, അവരെന്താ ആവശ്യപ്പെടുന്നത്? അവരാവശ്യപ്പെടുന്നത് പഠിച്ചവനെ നിന്റെ ജന്നത്ത് സ്വർഗമാണ് എന്ന് പറയും. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്നു, സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ സ്വർഗം അവർ കണ്ടിട്ടില്ല.
അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, സ്വർഗം അവർ കണ്ടാൽ എന്തായിരിക്കും? ഇതുപോലെ തന്നെ സ്വർഗം കണ്ടാൽ പിന്നെ ഓല എണീറ്റ് പോവോ? ഓല അത് കിട്ടുന്നത് വരെ അവിടെ കടന്ന് കരയില്ലേ എന്ന് പറയുന്നു. പിന്നെ മൂന്നാമത് അള്ളാഹ് ചോദിക്കുന്നു, അവരെന്തിനെ തൊട്ടാണ് അഭയം തേടുന്നത്? അവർ നരകത്തെ തൊട്ടാണ് അഭയം തേടുന്നത്. നരകത്തിൽ കിടക്കരുത് പടച്ചോനെന്നാണ് പറയുന്നത്. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല പടച്ചോനെ, കണ്ടിട്ടില്ല. കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ സന്തോഷമാണ്, ഈ ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പലതും ചോദിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയാണ്. അവർ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, സ്വർഗം കിട്ടാൻ വേണ്ടി അവരുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള അവിടുന്ന് മറുപടി പറയാം മലക്കുകളോട്. അപ്പോൾ ഒരു മലക്ക് പറയും, അവരെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റൂല. ഒരു ചങ്ങായി ഉണ്ട് വന്നത്, ഓൻ വേറെന്തോ ആവശ്യത്തിന് വന്നതാ. അവിടെ ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാവും മജ്ലിസിൽ, അല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ വാങ്ങാൻ അങ്ങനെ എന്തിനോ വന്നതാണ്. എല്ലാവർക്കും അങ്ങനെ എന്താക്കണ്ട, പുറത്തു കൊടുക്കണ്ടെന്ന് പറയും. പുറത്തു കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന അർത്ഥം. അപ്പം അള്ളാഹ് പറയും, അതൊന്നും വേണ്ട. ഹുമുൽ ഖൗമുലായിസ്കാ ജലീസും, ഹുമുൽ ഖൗമുലായിസ്കാ ജലീസും. അവരാരാന്നറിയോ? അതിൽ ആര് എന്ത് ഉദ്ദേശത്തോടെ പങ്കെടുത്താലും അവർ പങ്കെടുത്ത സദസ്സില്ലേ, അതിൽ കൂടിയ ജനങ്ങൾ, ആ ജനങ്ങൾ അനുഗ്രഹീതരാണ്. അവരെ കൂടിയ ആരാണെങ്കിലും ശരി, എന്ത് ഉദ്ദേശത്തോടു കൂടെയാണെങ്കിലും അവരൊക്കെ എന്താണ്, അവരൊന്നും വൈപയക്കില്ല. അവർക്കൊക്കെ ഞാൻ പുറത്തു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? മജ്ലിസിൻ്റെ വണ്ണല്ല പറഞ്ഞത്, മജ്ലിസിൻ്റെ വണ്ണല്ല പറഞ്ഞത്, അതിൻ്റെ ബഹുമാനമല്ല പറഞ്ഞത്. ആ മജ്ലിസിൽ വന്നിരുന്നാൽ മതി. ഓൻ ദിക്റ് ചൊല്ലിയിട്ടില്ലെങ്കിലും വേറെ എന്ത് ഉദ്ദേശമാണെങ്കിലും അവനക്കും പുറത്തു കൊടുക്കും അള്ളാഹു, ആ ദിക്ർ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്. ഇതൊക്കെ ശരിയായ ഹദീസല്ല. ഇതൊക്കെ തള്ളിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മജ്ലിസും ഇല്ലാതാക്കിയവരല്ലേ ഈ വഹാബികൾ? ഇതാണോ ഇസ്ലാം? ഇതെവിടുത്തെ ഇസ്ലാമാ? അങ്ങനെയുള്ള എല്ലാ നല്ല സംഗതികൾക്കും ആപ്പ് വെച്ചിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ വഹാബികൾ. ഈ വഹാബികൾ വന്നപ്പോഴേ അവർ ശക്തമായി പ്രവർത്തിച്ചു, സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചു. ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി, ഉലമാക്കളുടെ സംഘടന. അവർ 2-3 കൊല്ലം പ്രവർത്തിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെയുള്ള സാദാത്തുക്കളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും മഹാന്മാരൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതിങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൻ പറ്റില്ല, നിർത്തണം. ഇസ്ലാമിനെ വികലമാക്കുന്ന ഈ കൂട്ടരെ പിടിച്ചു കെട്ടണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. ആ സമസ്തയിലാണ് നമ്മളുള്ളത്. ഇതൊരു സംഘടന. ഇതെന്ത് സംഘടന? നമ്മുടെ രാഷ്ട്രീയ സംഘടന പോലത്തെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടന എന്നൊക്കെ ഇതിന് പറയാം. അല്ല, ഇത് നേരത്തെ നമ്മുടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ഇക്മാൽ, ആ പൂർത്തിയായ ദീനിൽ അപകടമുണ്ടാക്കിയപ്പോൾ, അതിന് വക്കുകൾ അടത്താൻ ശ്രമിച്ചപ്പോൾ, അതിനെ നിർത്താൻ വേണ്ടി, ഇസ്ലാമിനെ ചൊവ്വനെ നിർത്താൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. ദീൻ തന്നെയാണ് അമ്പിയാക്കന്മാർ നടത്തി വന്ന ആ ദീൻ. അതിൻ്റെ അനന്തരാവകാശികളായ ഉലമാക്കൾ ഉയർന്നെഴുന്നേറ്റുകൊണ്ടിട്ട് അതിനെ സംവിധാനിച്ച സംവിധാനം, അവരുടെ ആ പാരമ്പര്യം, അവരെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ആ അധികാരം അവർ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. അത് അപ്പുറം ഒരു സംഘടന, അപ്പുറം സംഘടന എന്ന് പറയുന്നത് മാത്രം. അല്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത് മാത്രമാണ്. ഈ ദീനിന് അപകടമുണ്ടാക്കിയവരെ അടക്കി നിർത്താൻ വേണ്ടി, അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വൈകല്യങ്ങൾ കടത്തിക്കൂട്ടാൻ സമ്മതിക്കാതെ ഈ സംഘടന ഉണ്ടാക്കുകയും അതിനൊരു ഭരണഘടന ഉണ്ടാക്കുകയും ചെയ്തു. ആ ഭരണഘടനയിൽ 1-ാമത്തെ ഖണ്ഡിക തന്നെ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ സമുദായം പിളരും. യഹൂദികൾ 71 നസാറാക്കൾ 72 എൻ്റെ സമുദായം 73 പിളരും എന്ന് പറഞ്ഞു. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. ഖാലു മൻഹും യാ റസൂലല്ലാഹ്. അപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതമായി. 73-ൽ 72 നരകത്തിലാണെങ്കിൽ, പേച്ചവരാണെങ്കിൽ, 1 മാത്രമാണ് ശരി എന്ന് പറയുന്ന 1 ആരാണ്? അത് ഏതാണെന്ന് അറിയണമല്ലോ അവർക്ക്, കാരണം നമ്മളതിൽ പെടണമല്ലോ. അതാരാണെന്ന് ചോദിച്ചപ്പോൾ മാന അലൈഹി വസ്സാബി, ഞാനും സഹാബത്തും ഇവിടെ 23 കൊല്ലക്കാലം ജീവിച്ച് കാണിച്ചു തന്നിട്ടില്ലേ? ആ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ മാർഗമില്ലേ, ആ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർ, അതാണ് സിറാത്ത് മുസ്തഖീം പറയുന്ന ചൊവ്വായ മാർഗം. നബിയും സഹാബത്തും കാണിച്ചു തന്ന ഇസ്ലാം, അതിൽ ജീവിക്കുന്നവർ എന്നതിന് മറുപടി പറഞ്ഞത്. ആ ജീവിതം എവിടെ?
ആ ജീവിതം ഇവിടെ സഹാബാക്കൾ കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഴപ്പമുണ്ടാക്കിയവരാരാണോ അവരെ നമ്മൾ എന്താക്കണം, കണക്കിലെടുക്കണം, അവരെ നമ്മൾ നിലക്ക് നിർത്തണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. മാ അന അലൈഹി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത, നബിയുടെ ജീവിതം. മനസ്സിലായോ? മാ അന അലൈഹി അസ്ഹാബി എന്ന് പറയുന്നതാണ് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്, അഹ്ലുസുന്നത്ത് വൽ ജമാ. അപ്പം നബിയും സഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന ആ മാർഗം, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാ. അതിനെ ഹയാത്താക്കുക, അതിനെ പ്രചരിപ്പിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക, ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് പറഞ്ഞത് ഇതിനെതിലുള്ള ശക്തികളെ നിലക്ക് നിർത്തുക എന്നുള്ളതാണ്, അവരെ പ്രതിരോധിക്കുക. അതായത് വഹാബി, പിന്നെ വന്ന മൗദൂദി തുടങ്ങിയ എല്ലാ വിദഈ കക്ഷികളെയും കെട്ടിയിടാൻ വേണ്ടി, അതിനുവേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്, സമസ്ത ഉണ്ടാക്കിയത്, നമ്മൾ ആലിമീങ്ങൾ. അതും മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്കറിയാം, യമനിയാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ യമനിലാണ് യഥാർത്ഥ വിശ്വാസം. യമനികളാണ് ശരിയായ ഇൽമിൻ്റെ ആൾക്കാർ, അവരാണ് അതിൻ്റെ കൈകാര്യം ചെയ്യേണ്ടവർ എന്ന് പറഞ്ഞ് പ്രശംസിച്ച ആ യമനിൽ അള്ളാഹു തആല ഇവിടെ എത്തിച്ച പരമ്പരയിൽപ്പെട്ട ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. മനസ്സിലായോ? അങ്ങനെയുള്ള ആ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇൽഹാമാണ്. അള്ളാഹുവിൻ്റെ ഇൽഹാം അനുസരിച്ച് തന്നെയാണ് അവരും ചെയ്തത്. ആ ചെയ്തതനുസരിച്ച് അദ്ദേഹം പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ 1926 ഉണ്ടാക്കി. അത് ആ 100 വർഷമാവുകയാണ്. അതിൻ്റെ 100ാം വാർഷികത്തിലാണ് നമ്മളുള്ളത്. ഈ ദീൻ നമുക്ക് വേണോ വേണ്ടെന്നാണ്. ചിലരൊക്കെ പറയുന്നത് വേണ്ട, അപ്പുറം വേറെ നമുക്ക് എന്തെങ്കിലും രാഷ്ട്രീയമൊക്കെ ഉണ്ടായാൽ മതി പകരം. പകരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് മതിയോ പകരം? അത് വേണമെങ്കിൽ പോയിക്കോട്ടെ. അതുപോലെ വേറെയും പല മതക്കാരും ഇല്ല ഇവിടെ, വേറെയും പല മതക്കാരും ഉണ്ട്. നമുക്കത് വഴിയുണ്ട്, ആ വഴി നമ്മൾ ഇതാണ് നമ്മൾ പറയും. അത് വിശ്വസിക്കാവുന്നവർക്കൊക്കെ വിശ്വസിക്കാം. അവർ മാത്രമാണ് ഇല്ലാ വാഹിദ എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവർ അവരായിരിക്കും. നിങ്ങൾ എല്ലാവരും നമ്മൾ അറിയിക്കുന്ന ഇതാണ്. സമസ്തയുടെ ബാധ്യതയാണത് അറിയിക്കൽ. സമസ്തയുടെ ഭരണഘടനയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് അത് അറിയിക്കൽ. ആ നിലയ്ക്ക് നമ്മൾ എന്താക്കുന്നു, വിളംബരം ചെയ്യുന്നു. അതിൻ്റെ 100ാം വാർഷിക സമ്മേളനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് വിജയിക്കണം. എന്തിനാ വിജയിക്കുന്നത്? ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇത് ജനങ്ങളിൽ എത്തിക്കണം. ഓരോ കാലഘട്ടത്തിലും ഓരോ നിലക്കുള്ള അതിൻ്റെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും, ഓരോ പ്രതിബന്ധങ്ങളുണ്ടാവും. ശൈത്താൻ ഇബ്ലീസിനെ പഠിച്ച അത് തന്നെയല്ലേ. അതിന് പിന്നെ പഠിക്കുന്നതിന് മുമ്പേ ഇബ്ലീസിനെ പഠിച്ചിട്ടുണ്ട്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇബ്ലീസിൻ്റെ പ്രവർത്തനം ഇവിടെ എല്ലാ മേഖലയിലും ഉണ്ടാവും. അപ്പം അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട വിവേകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ വിവേകം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിനുള്ള രേഖകളും അതിൻ്റെ തെളിവുകളും അടിസ്ഥാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഉലമാക്കന്മാരെയാണ് പിൻപറ്റേണ്ടത്, ഉമറാക്കളെയല്ല. ഉലമാക്കളെ പിൻപറ്റണം. ഇവിടെ ചിലരൊക്കെ ചില ശൈലി കൊണ്ടുവന്ന് നിങ്ങൾ ഓടിച്ചിടവരൊക്കെ, എന്നാലും ശരി, ഉമറാക്കളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഉമറാക്കളുടെ സഹായത്തോടു കൂടെ തന്നെ ഉമറാക്കളോട് ഉലമാക്കളെ പിൻപറ്റാനാണ് പറഞ്ഞത്. അല്ലാഹു തആല മറ്റ് ദുനിയവ്യായ സൗകര്യങ്ങളൊക്കെ നൽകിയവരാണ് ഉമറാക്കൾ. ആ സൗകര്യം ഇവിടെ വേണം ദീൻ നടത്താൻ. അൽ ഉലമാ വൽ ഉമറാ ഇദാ സലഹ സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. 2 വിഭാഗത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിൽ 2 വിഭാഗവും ഒരുമിച്ച് കൊണ്ട് സുല്ല് ചെയ്യണം, നല്ലത് ചെയ്യണം, എന്നാലേ സമുദായം നന്നാവുള്ളൂ. രണ്ടും ഭിന്നിക്കാൻ പാടില്ല. ഉലമാക്കളും ഉമറാക്കളും. ഉലമാ എന്ന് പറഞ്ഞാൽ ഇൽമ പഠിച്ചവർ, ഖുർആനും ഹദീസും അതുപോലെ ജീവിത ചരിത്രങ്ങൾ പാരമ്പര്യമായി പഠിച്ചവർ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരല്ല, അങ്ങനെ ചില അർത്ഥം കൊടുക്കുന്നുണ്ട്. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരൊന്നുമല്ല. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ദീനുള്ള ഉലമാക്കന്മാരെ പിൻപറ്റി ജീവിക്കുന്ന, അള്ളാഹു സൗകര്യം ദുന്യവ്യായ സൗകര്യം കൊടുത്ത ആൾക്കാരാണ് ഉമറാക്കൾ. അല്ലാതെ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ അർത്ഥം കൊടുത്തിട്ട് ചിലർക്ക് വൈവയ്പ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. ശരി ഇതാണ്, അവരെന്താക്കും, ഉലമാക്കളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കും. ഉലമാക്കളാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഉമറാക്കളാണ് നടപ്പിൽ വരുത്താൻ സഹായിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അത് 2 കൂട്ടരും കൂടി നന്നായാൽ സലഹന്നാസ് കൊല്ലുഹും, ജനങ്ങളൊക്കെ നന്നാവും. അവർ ഭിന്നിച്ചാലോ നാട് ഫസാദാവും. ശരിയാ, അവർ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിലർ നടക്കുക. അതാണ്. ഉമറാക്കൾ ഭിന്നിച്ചിട്ടൊന്നുമില്ല, അവർക്കത് അറിയില്ല. അവരെ ചിലരൊക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ നടക്കും, നിങ്ങൾ ഇന്ന് ഓടിച്ച മാതിരി തന്നെ. അതേ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയല്ലാത്ത മറ്റ് അഖീദകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും ഹദീസിനും വിരുദ്ധമായ സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഒരു നല്ല കാര്യം അവർ ചെയ്യുന്നത്?
മരിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ലാ തഖും അലാ ഖബരിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മുനാഫിക്കിൻ്റെ ഖബറിൻ്റെ മേലെ നിൽക്കരുത് എന്നാണ്. മുനാഫിക്ക് മരിച്ചാൽ ഓൻ്റെ മേലെ നിസ്കരിക്കും ചെയ്യണ്ട, ഓൻ്റെ മേലെ ഖബറിൻ്റെ അടുത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അല്ലാത്തവരുടെ അടുത്ത് നിൽക്കണം എന്നല്ലേ? ഖബറിൻ്റെ അടുത്ത് നിൽക്കണം, കത്തോതണം, പ്രാർത്ഥിക്കണം, സിയാറത്ത് ചെയ്യണം, ഇതൊക്കെ തന്നെയല്ലേ? അതുപോലെയുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ അടിയന്തരങ്ങളും നമ്മൾ നടത്തണം എന്ന് തന്നെയാണ് ഖുർആൻ്റെ അർത്ഥം. ഖുർആൻ അടക്കം ഹദീസുകളും നബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി എന്നല്ലാതെ എന്താ ഒരു നല്ല കാര്യം വഹാബികൾ ഇവിടെ നടപ്പാക്കിയത്? ദീനിൽ എന്താണ് ഒരു നല്ല കാര്യം നടപ്പാക്കിയത്? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും. അതാണ് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ എല്ലായിടത്തും ആയി. ഇപ്പോൾ എവിടെ നോക്കിയാലും ഫ്ലക്സ് ബോർഡ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പം പെണ്ണുങ്ങളാണ് കൂടുതൽ. ഇതാപ്പം ഉണ്ടാക്കിയൊരു പ്രവൃത്തി. അതിൽ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ രാഷ്ട്രീയമൊന്നും പാടില്ല, തെരഞ്ഞെടുപ്പ് പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പണിയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഫോട്ടും പെണ്ണുങ്ങളെ ഫോട്ടുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രാഷ്ട്രീയത്തോട് വിരോധം ഉണ്ടായിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു പ്രവേശനമില്ല. നമ്മളത് ചിന്തിക്കുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല. രാഷ്ട്രീയം നാട്ടുകാരെന്താ കൃഷി ചെയ്തോട്ടെ. ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയവും തിരക്കടില്ല, നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം നമുക്കൊരു ഭരണഘടനയുണ്ട്. ഒരു നല്ല ഭരണഘടനയാണ്. എല്ലാ മതക്കാർക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭരണഘടന ഈ നാട്ടിലുണ്ട്. അത് തച്ചു പൊളിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ അത് സംരക്ഷിച്ചു നിന്നാൽ നമുക്കൊക്കെ ഇവിടെ ഇതുവരെ ജീവിച്ചതുപോലെ സമാധാനത്തോടുകൂടി ജീവിക്കാം. അത് നിലനിൽക്കണം. അത് നിലനിൽക്കാൻ ആരൊക്കെ പ്രവർത്തിക്കുന്നു, ആ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നമുക്കെന്താണ് പിന്തുണക്കാൻ പറ്റിയവരാണ്. അല്ലാതെ നമുക്കൊരു പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. സമസ്ത രാഷ്ട്രീയത്തിൽ ഇടപെടാറുമില്ല. ഇതാണ് നമ്മൾ പലപ്പോഴും പ്രഖ്യാപിക്കാറുള്ളതാണ്. നമ്മുടെ സമസ്ത മുഷാവറ യോഗത്തിൻ്റെ റെക്കോർഡിൽ പരിശോധിച്ചാൽ തന്നെ അത് കാണും. അങ്ങനെ തീരുമാനം എടുത്തതായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നമുക്കില്ല. പക്ഷെ നമ്മളെ പറ്റിയൊക്കെ ആരോപിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പം ചിലർക്ക് പറ്റൂല. അവർക്ക് എന്താക്കും, ഓരോ വോട്ടൊക്കെ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് പോലെ അങ്ങനെ കണക്ക് കൂട്ടുക. അതുകൊണ്ട് വിവരം വേണം. ഓരോ കാര്യത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വിവരമില്ലാത്തവരെ പറ്റതിന്, വിവരമില്ലാത്തവരെ കാര്യത്തിലും പറ്റൂലല്ലോ. വിവരം വേണ്ടേ? ഏത് സംഗതിക്കും വിവരം വേണ്ടേ? ചില ക്വാളിഫിക്കേഷൻ എല്ലാ ഉദ്യോഗസ്ഥനും ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടല്ലോ. ആ ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഇതൊക്കെ പറയുമ്പം അതൊക്കെ നമ്മളെ കൊഞ്ഞനം കാട്ടുന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ വാട്സപ്പിൻ്റെ ഈ യുഗത്തിൽ എന്തും പ്രചരിപ്പിക്കാമെന്ന യുഗത്തിൽ പലതും നമ്മുടെ ഉലമാക്കന്മാരെ പറ്റിയൊക്കെ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കെന്താക്കണം, തള്ളിക്കളയാം. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു അടിസ്ഥാന തത്വം ഉണ്ടല്ലോ, ഖുർആനും ഹദീസും അതുപോലെ ഉലമാക്കളും അവർ പറയുന്ന ഉത്ബോധനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ അറബി കോളേജിലും പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും ഉസ്താദന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന സംഗതികൾക്കപ്പുറം പുതുതായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. സമസ്ത ഒന്നും പറഞ്ഞിട്ടില്ല. സമസ്ത തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തെറിച്ച് പോകുന്നവരെ സംബന്ധിച്ച് അത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം, എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് സമ്മേളനം നടക്കുന്നത്. 100ാം വാർഷികം നടക്കുന്നത് നിങ്ങളുടെ കാസർഗോഡാണ്, കുനിയയിൽ. അവിടെ കുനിഞ്ഞല്ല, നമ്മൾ നീർന്ന് തന്നെ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം പരാമർശങ്ങളിലൊന്നും നമ്മളെന്താക്കുന്നില്ല, ഒന്നും മറുപടി പറയുന്നുമില്ല. അതൊക്കെ വിവരക്കേടിൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ കാന്തപുരത്തിൻ്റെ വിഭാഗമായിട്ടൊക്കെ നമ്മൾ വളരെ 89 കാലം മുതൽ നമ്മളെന്താക്കുന്നു വളരെ വിട്ടു നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണെങ്കിലും ഇപ്പം എല്ലാത്തിനൊക്കെ കുറച്ചൊരു ഒതുക്കം വന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ പോകുന്നവരാണ്, സൗഹാർദ്ദത്തിൽ കൂടെ. അതിനെ കോട്ടം വെക്കാൻ, കോടാലി വെക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിവരം കെട്ട ചില ആൾക്കാരുടെ പ്രവർത്തനം അത് നമ്മളെന്താക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. അത് പോട്ടെ, അവർ പോണ വഴിക്ക് പോട്ടെ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, എൻ്റെ ഈ പ്രദേശത്തെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ലോകത്ത് വച്ച് നമ്മൾ തഹിയ്യ പിരിവ് നടത്തിയപ്പോൾ അതിന് 2ാം സ്ഥാനവും ഇന്ത്യയിലെ 1ാം സ്ഥാനവും കിട്ടിയ മദ്രസ നിങ്ങളുടെ ഈ റേഞ്ചിലെ മദ്രസയാണെന്ന് വളരെ അഭിമാനകരമാണ്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധ സമസ്തയുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ നിങ്ങൾ വളരെ മുൻപന്തിയിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്ന അർഹമുറാഹിമായ തമ്പുരാൻ ആ ഒരു നിലക്ക് തന്നെ നിങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ, ജീവിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇതാ നിങ്ങൾക്ക് നമ്മൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കേണ്ടതും നിങ്ങളാണ്. നാളെ ഒരു ജാഥയുണ്ട്, നമ്മുടെ തോടാർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞു, അതതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ജാഥ നടത്തേണ്ട ഈ 15-ാം തീയതി മുതൽ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥ ഇതുപോലെ നടത്തുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും. അതിനൊക്കെ പുറമെ സയ്യിദുൽ ഉലമ നമുക്ക് അള്ളാഹു നൽകിയ ഒരു വരദാനാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് മഹാന്മാർ കടന്നുപോയി. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് സയ്യിദുൽ ഉലമയാണ്. നിങ്ങളുടെ ഇവിടെ പല ഭാഗത്തുള്ള കാലിയാണ് അദ്ദേഹം. അതോടുകൂടെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കാലിയാണ്. പല അറബി കോളേജുകളിലും ഉന്നത ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം, സയ്യിദാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം നമ്മൾക്ക് നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ലാത്ത രൂപത്തിൽ എല്ലാവരോടും കൂടെ നല്ല നിലയ്ക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രശംസ നേടിയ ഇന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പേരും പ്രസിദ്ധിയും ഉണ്ടാക്കാൻ സാധിച്ച ഒരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. അല്ലാഹു തആല സിഹത്ത് ആഫിയത്തുൽ ദീർഘായുസ് നൽകട്ടെ. മഹാനവർക്ക് ഒഴിവില്ല, വിശ്രമമില്ല. കുന്നലിയൊക്കെ ബഹ്റൈനിലാണ്, അതിനു മുമ്പ് ദുബായിലാണ്, അതിനു മുമ്പ് ഖത്തറിലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ രാജ്യത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കാരണം ഇത് ലോക സമ്മേളനമാണ്, കേരളത്തിൻ്റെ സമ്മേളനമല്ല, ലോക സമ്മേളനമാണെന്നാണ് പ്രഖ്യാപിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെങ്കിലും കേരള എന്ന് പറയുന്നത് അന്ന് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അവിടെ അതായിരുന്നതുകൊണ്ട് വന്നൊരു പേരാണ്. അതിൻ്റെ ആദർശവും പ്രവർത്തനവും കേരളത്തിൽ ഒതുങ്ങുന്നതല്ല എന്നതിൻ്റെ തെളിവാണ് കർണാടകയിലെ പ്രവർത്തനം, തമിഴ്നാട്ടിലെ പ്രവർത്തനം, ഗൾഫ് നാടുകളിലെ പ്രവർത്തനം, ദ്വീപുകളിലെ പ്രവർത്തനം. ഇങ്ങനെ കേരളത്തിന് പുറത്തും അകത്തും ഒക്കെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം UK വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. എല്ലാം സമസ്തയുണ്ട്. സമസ്തയുടെ ആൾക്കാരും പ്രവർത്തനവും സംഘവും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള എന്ന് പറയുന്ന ആ ഒരു ചുരുക്കപ്പേരിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയം പ്രകടിപ്പിക്കൊന്നും വേണ്ട, അതുണ്ടാക്കിയ കാലത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിനെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സമ്മേളനം എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര സമ്മേളനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലോകത്തിൻ്റെ സമ്മേളനമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ദുബായിൽ ഉദ്ഘാടനം ചെയ്തത്. ദുബായ് ഇന്ത്യയിൽപ്പെട്ടതല്ലല്ലോ, അവിടെ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഖത്തറിൽ ചെയ്തു, ഒന്ന് ബഹ്റൈനിൽ നാളെ ചെയ്യുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അതിൻ്റെ പുറമെ മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രചരണങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന പരിപാടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന ഒരു ജാഥ. അത് ഇളക്കി മറിക്കുന്ന ഒരു ജാഥയായിരിക്കും. 3 സംസ്ഥാനങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ജാഥയാണ്. ഈ 18-ാം തീയതി 19-ാം തീയതി ഇവിടുന്ന് തുടങ്ങുന്നു. ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ട് കർണാടകയിൽ മംഗലാപുരത്ത് അവസാനിക്കുന്ന ജാഥ, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥ. ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രത്തിൽ മാത്രം സമ്മേളനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ജാഥ. പക്ഷേ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്താണെങ്കിലും ആ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും അതിൻ്റെ ചലനമുണ്ടായിരിക്കും. അവിടുത്തെ ആളുകളൊക്കെ ഈ സ്വീകരണ കേന്ദ്രത്തിലെത്തും. എപ്പോഴാണ് ഇതിൻ്റെ പരിപാടി വെച്ചാൽ. അതുപോലെ നിങ്ങൾ കർണാടകയിലാണ് അത് അവസാനിക്കുന്നത്. ആ അവസാനിക്കുന്ന സ്ഥലത്തും നിങ്ങളുടെ എല്ലാ ആളുകളും അവിടെ എത്തിക്കൊണ്ട് സയ്യിദുൽ ഉലമാക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു രംഗം അവിടെ കാണണം. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമുക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ സേവനങ്ങളുണ്ടോ, അപ്പോൾ തഹിയ നിങ്ങൾ വിജയിപ്പിച്ചതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ ജാഥയും അതിൻ്റെ എല്ലാ പരിപാടികളും വളരെ സുന്ദരമായി നമുക്ക് വിജയിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമസ്തയിലെ ഉലമാക്കൾ പലരും ഇന്ന് സുഖമില്ലാത്തവരാണ്. താക്ക ഉസ്താദ് നമ്മൾ പറഞ്ഞല്ലോ, അതേ പ്രകാരം തന്നെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് സുഖമില്ലാതെ പറ്റ ക്ഷീണിതനാണ്. നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് നിങ്ങളെ കാസർകോട്ടുകാരനായ UM അദ്ദേഹം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിനും സുഖമില്ലാതെ ഒരവസ്ഥയിലാണുള്ളത്. ഞങ്ങൾ മഞ്ഞാന്ന് പോയി കണ്ടിരുന്നു. അങ്ങനെ പലരും സുഖമില്ലാത്തവരാണ്. കുറേ പ്രായമുള്ള കുറേ ശിഷ്യഗണങ്ങളുള്ള അവരുടെ സമ്പത്ത് അതാണ്, അവരുടെ സമ്പാദ്യം അതാണ്. കുറേ ശിഷ്യന്മാരെ ഈ ദീനി ഉലൂം ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവർക്കുള്ള സമ്പാദ്യം. നബിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അങ്കി വരെ പണയം വെച്ചു എന്ന് പറഞ്ഞ പോലെ ദുന്യാവിലൊന്നും അവർ വല്ല വാരിക്കൂട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള മഹാന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന അത് നമുക്ക് വേണോ വേണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നിലനിൽക്കണം. അവർക്കൊക്കെ ഈ മഹാന്മാർക്കൊക്കെ അല്ലാഹു തആല
പൂർണ്ണ ശിഫ നൽകുകയും അതുപോലെ കൊയ്യോട് ഉമർ മുസ്ലിയാർ നമ്മളെ ഖജാൻജിയാണ് ഒരു ഓപ്പറേഷന് വിധേയമായി കൊണ്ട് കിടക്കുകയാണ്, വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാവട്ടെ, അവരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ അക്കീദയിൽ നീ ഞങ്ങളെ സുബൂത്താക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഇളകിപ്പോവാത്ത അക്കീദ ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചു വന്ന് നമ്മൾ നേതാക്കൾ നമുക്ക് കാണിച്ചെന്ന അക്കീദയിൽ അടിയുറച്ച് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് നമ്മുടെ കുട്ടികൾക്കും പിൻതലമുറക്കൊക്കെ സംഭാവന ചെയ്യാനും അർഹമുറാഹിമായ തമ്പുരാനെ വിതരണം ചെയ്യാനും നമുക്കൊക്കെ നീ തൗഫീക്ക് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വർഗത്തിൻ്റെ അവകാശികൾ പെടുത്തണേ റഹ്മാനെ. ഈ നാട്ടിൽ നിന്നും മറ്റെല്ലാ നാടുകളിൽ നിന്നും ഈ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ് റഹ്മാനെ. അവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ പുന്നാര നബിയോടുകൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ നമ്മളെ പ്രദേശത്ത് സുബൈർ സഹോദരനാണ്, നമ്മളെ പ്രവർത്തകനാണ്. ജുബൈർ അദ്ദേഹത്തിന് ഒരു കാര്യമായ അസുഖം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് വരാൻ പോവുകയാണ്. അതൊരു മോശമല്ലാത്ത റിസൾട്ടാക്കി അർഹമുറാഹിമായ തമ്പുരാന് യാതൊരു വിഷവുമില്ലാതെ അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. നമ്മളെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ.